നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം ഇന്ന് ഒരു മൗനത്തിലാണ്. ആവേശകരമായ പരസ്യ പ്രചരണങ്ങൾക്കും വാശിയേറിയ പോളിംഗിനും ശേഷം നാട് കാതോർത്തിരിക്കുന്നത് നാളെ പുലർച്ചെ 8 മണിക്ക് ഉയരുന്ന ആദ്യ ഫലസൂചനകൾക്കാണ്. പ്രവചനങ്ങളുടെയും അതോടൊപ്പം തന്നെ എക്സിറ്റ് പോളുകളുടെയും സമയം പൂർണ്ണമായും അവസാനിച്ചു. ഇനി വരാനിരിക്കുന്നത് പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാർ കുറിച്ചുവെച്ച യഥാർത്ഥ വിധി തീർപ്പാണ്. ഇതൊരു വെറും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനമല്ല, കേരള രാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ നിർണ്ണയിക്കുന്ന വലിയൊരു വഴിത്തിരിവ് കൂടിയാണ്. ഭരണ തുടർച്ചയെന്ന LDFന്റെ മോഹങ്ങൾ പൂവണിയുമോ, അതോ അധികാരം തിരിച്ചുപിടിക്കാനുള്ള UDFന്റെ ആ പോരാട്ടം ലക്ഷ്യം കാണുമോ? ഇനി അതുമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ അപ്രതീക്ഷിത കുതിച്ചുചാട്ടത്തിന് NDA തയ്യാറെടുക്കുകയാണോ? 14 ജില്ലകളിലെ 140 മണ്ഡലങ്ങളിലും ചിത്രം തെളിയാൻ ഇനി കേവലം മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. വമ്പന്മാരുടെ നെഞ്ചെടുപ്പ് കൂടുകയാണ്. അട്ടിമറികൾ ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങ് കാസർഗോഡ് മഞ്ചേശ്വരം മുതൽ ഇങ്ങ് തിരുവനന്തപുരത്തെ പാറശാല വരെ നീളുന്ന കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നാളെ ആര് ചിരിക്കും, ആര് വീഴും? വോട്ടെണ്ണൽ ദിനത്തിന്റെ തലേന്നുള്ള ഈ പുലരിയിൽ അവസാന നിമിഷം പുറത്തു വരുന്ന രാഷ്ട്രീയ കണക്കുകളും മണ്ഡലങ്ങളിലെ അണിയറ നീക്കങ്ങളും കൃത്യമായി തന്നെ നമുക്ക് നോക്കാം.